തെരുവ് വിളക്കില്ല, വൈദ്യുത പോസ്റ്റിൽ റാന്തൽ കൊളുത്തി പ്രതിഷേധം. മേലാർകോട് പഞ്ചായത്തിലാണ് വേറിട്ട സമരം. മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ അന്താഴി പ്രദേശത്ത് തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് 6 മാസമായി. ഇതിനെതിരെ വാർഡ് മെമ്പർ ആർ ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് വൈദ്യുത പോസ്റ്റിൽ റാന്തൽ കൊളുത്തി പ്രതിഷേധിച്ചത്. വാർഡിൽ സ്വതന്ത്ര അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള അമർഷമാണെന്ന് ഷൈജു പറഞ്ഞു. മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ അന്താഴി 12ാം വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് നടത്തിയിട്ട് പുതിയ ഭരണസമിതി വന്നിട്ട് നടത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പ് ഒക്ടോബറിൽ ഇട്ടതാണ് ലൈറ്റുകൾ. വാർഡിൽ 42 ലൈറ്റുകൾ ഇന്നും കത്താത്ത സ്ഥിതിയാണ്. പഞ്ചായത്ത് ഭരണസമിതിയെയും പല പ്രാവശ്യം അറിയിച്ചിട്ടും വാർഡിൽ കരാറുകാരനെ വാർഡിലേക്ക് അയക്കുകയോ കത്താത്ത സ്ട്രീറ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് നിരന്തരം പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന പ്രധാനപ്പെട്ട ഞങ്ങൾ ആരോപിക്കുന്നത് ഈ വാർഡ് കാലാകാലം CPM ഭരിച്ച വാർഡ്, അതിൽ നിന്നും ഭരണം UDF പ്രതിനിധിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്. തിണ്ണമെടുക്കും ഇതിൻ്റെയും ബലത്തിൽ വാർഡിൽ ലൈറ്റ് കത്തിക്കാതെയോ വാർഡിൻ്റെ വികസനം തടസ്സപ്പെടുത്താനോ മേലാർകോട് ഭരണസമിതി മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ആ പ്രതിഷേധം കഴിഞ്ഞ ഭരണസമിതിയിലും ഉള്ള ആൾ എന്ന നിലയിൽ അങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ അറിയാം. ഭരണസമിതിയെ കൊണ്ട് CPM നേതൃത്വം ചുടുചോറ് വാരിപ്പിക്കാനാണ് അന്താഴി വാർഡിൽ ശ്രമം എങ്കിൽ അത് നടക്കില്ല. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. അവഗണന ഒരു വിധത്തിലും അനുവദിക്കില്ല, നീതിനിഷേധം തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേരാമംഗലം വാർഡ് മെമ്പർ ജയ രാമകൃഷ്ണനും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഇവിടെ 6 മാസമായിട്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. ഡിസംബറിൽ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഡിസംബർ തൊട്ടിട്ട് ഇന്ന് വരെ 6 മാസത്തിലേക്ക് ഈ ഫണ്ട് വകയിരുത്തിയിട്ട് പോലും ഈ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കാൻ കഴിവില്ലാത്ത ഒരു CPM ഭരണസമിതിയാണ് മേലാർകോട് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇതിനെതിരെ ആണ് ഇന്നിപ്പോൾ ഈ റാന്തൽ സമരം നടത്തുന്നത്. മൃഗങ്ങൾ, പന്നികൾ, അതുപോലെ തന്നെ കുട്ടികൾ ട്യൂഷൻ വിട്ട് വരുന്ന കുട്ടികൾക്ക് വരെ അപകട ഭീഷണി നിലനിൽക്കുകയാണ്. ഇവരുടെ ഈ തിണമെടുക്ക് കാണിക്കൽ ഇപ്പോൾ ഈ ഒരു വാർഡിലാണെങ്കിൽ ഇത് പഞ്ചായത്ത് തലത്തിൽ വ്യാപിപ്പിക്കാൻ ഇനി അധികം സമയം വേണ്ട. ഇതൊരു മുന്നറിയിപ്പായി കരുതിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി സ്ട്രീറ്റ് ലൈറ്റുകൾ മെയിൻ്റെനൻസ് വർക്ക് നടത്തണമെന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്. ഇടമലക്കുന്നിൻ താഴ്വാരമായതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള പ്രദേശമാണിത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. ഈ തൊട്ട വീട്ടിൽ കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു വന്യജീവി വന്ന് അവിടെയുള്ള വളർത്തുമൃഗങ്ങളെയൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ കാട്ടുപന്നിയും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളും സ്ഥിരമായി സഞ്ചരിക്കുന്നതാണ്. അത്തരമൊരു പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിനാൽ വന്യമൃഗങ്ങൾ മൂലം ഒരുപാട് അപകടങ്ങൾ, അതായത് ചെറിയ റോഡാണ്, പെട്ടെന്ന് ഈ മൃഗങ്ങൾ പാസ് ചെയ്യുന്നൊരു വഴിയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് 6 മാസമായിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് അന്നൊരു പോസ്റ്റ് മുറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ പോയതാണ്. അതിനുശേഷം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയറിങ്ങോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനെതിരെയാണ് ഞങ്ങൾ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുള്ളത്. ഏതിൻ്റെ പേരിലാണെങ്കിലും ജനങ്ങളുടെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ഒരു കാരണവശാലും മുടക്കാൻ ഏത് കാരണത്തിലാണെങ്കിലും ശരി, അതിപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന വാർഡുകളാണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും എന്ത് തന്നെ ആയാലും ഈ അധികാരികളുടെ ഈ നയം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെരുവ് വിളക്കുകൾ കത്താത്തത് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഭരണകക്ഷിക്കാരല്ലാത്ത അംഗങ്ങളുടെ വാർഡുകളിൽ വിവേചനം കാണിച്ചാൽ പ്രതിഷേധ സമരങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരെ നീട്ടേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നും ഷൈജു പറഞ്ഞു. N കൃഷ്ണദാസ്, രാമസ്വാമി, കൃഷ്ണൻ, ഷാജി, സുജീഷ്, റെജി എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.